രാജു പിന്നാർ ഇന്നും സഭയിൽ ഇത് ചർച്ചയാക്കി SIT സംശയിക്കുകയാണ്, രാഷ്ട്രീയ ടീമർ സംശയിക്കുകയാണ്. പക്ഷേ ഇന്നലെയും ഈ മേൽനോട്ടം, നേരത്തെ ശ്രീ മഹേഷ് പണിക്കർ പറഞ്ഞതുപോലെ ഇന്നലെയും ഈ മേൽനോട്ടം വഹിക്കുന്ന ദേവസ്വം ബെഞ്ച് SITക്ക് പൂർണ്ണാർത്ഥത്തിൽ സാധൂകരണം കൊടുക്കുകയാണ്. ടു ദ പോയിന്റ്, നിങ്ങളുടെ സംശയങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ്, അതിന് തെളിവെന്താണ് രാജു പി നായർ? ഞാൻ തിരിച്ചൊരു ചോദ്യത്തിലൂടെ ഒന്ന് വ്യക്തത വരുത്താൻ ചോദിച്ചോട്ടെ. ഹാഷ്മിയെ സംബന്ധിച്ചുള്ള ഈ ശബരിമല ക്ഷേത്ര കൊള്ളയിൽ എന്താണ് കൊള്ളയടിക്കപ്പെട്ടത് എന്നുള്ളതിന് വ്യക്തതയുണ്ടോ? ഇല്ല. അതല്ലേ നമ്മുടെ എല്ലാം സംശയം. കട്ടളപ്പാളിയിൽ നിന്നും, ദ്വാരപാലക ശില്പത്തിൽ നിന്നും, സ്വർണ്ണപ്പാളിയിൽ നിന്നും സ്വർണം ഉരുക്കിക്കൊണ്ട് 1 കിലോയുടെ സ്വർണം കച്ചവടം നടത്താൻ വേണ്ടിയായിരുന്നോ ഈ കണ്ട ക്രമക്കേടും ഗൂഢാലോചനയും എല്ലാം നടത്തിയത്? അല്ല. അതെല്ലാവരും നമുക്ക് വളരെ വ്യക്തമാണ്. 39 ദിവസം ആ 2019 ഉത്തരവിറങ്ങിയതിനു ശേഷം അത് വഴിയിൽ വെച്ച് വിറ്റഴിച്ചതല്ല എന്നുള്ളതും വ്യക്തമാണ്. മറിച്ച് അന്താരാഷ്ട്ര ക്ഷേത്രക്കൊള്ള മാതൃകയിൽ SITയെ സംബന്ധിച്ച് ഉള്ള തീരുമാനമെടുത്ത കോടതി തന്നെ അന്താരാഷ്ട്ര ക്ഷേത്രക്കൊള്ള മാതൃകയിൽ നടന്ന ഒരു കൊള്ളയാണിതെന്ന് സംശയിക്കുന്നു എന്നു പറഞ്ഞ ഒരു കേസാണ്. അവിടെ എന്താണ് തൊണ്ടി, എന്താണ് ക്രൈം? പോട്ടെ, തൊണ്ടി അവിടെ നിൽക്കട്ടെ, എന്താണ് ക്രൈം? ആ ക്രൈമിൽ പോലും വ്യക്തത വരാതെ നിൽക്കുന്ന സമയത്ത് ഈ 90 ദിവസം കൊണ്ട് സ്വാഭാവിക ജാമ്യം കിട്ടി പ്രതികൾ പുറത്തിറങ്ങിയത് നല്ലൊരു അന്വേഷണമാണെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഹൈക്കോടതി പറഞ്ഞാൽ ഹൈക്കോടതിയും വിമർശിക്കേണ്ടി വരും. അല്ല ശ്രീ രാജുപിന്നർ, അവിടെ പ്രശ്നം എന്താണ്? അവിടെ പ്രശ്നം നമുക്കറിയാത്ത കുറേയധികം കാര്യങ്ങൾ ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന് അറിയാം. ഇന്നലെയും CBI അന്വേഷണം ആവശ്യപ്പെട്ട് പരിഗണിക്കുമ്പോൾ ഇത് എം പി രാജേഷ് പറയുന്ന പോലെ ഇത് സാധാരണ കേസല്ല, അത് സമയമെടുക്കുന്ന കേസാണ്, മതിയായ സമയം കൊടുക്കൂ എന്നൊക്കെയാണ് ഇത് കാര്യങ്ങൾ മുഴുവൻ അറിയാവുന്ന ദേവസ്വം ബെഞ്ച് പറയുന്നത്. നമുക്കറിയാത്ത എന്തോ കാര്യങ്ങൾ കോടതിക്ക് അറിയാം രാജു പി നായർ. അല്ല, അത് തന്നെയാണ് ഞാൻ പറയുന്നത്. കാര്യങ്ങൾ മുഴുവൻ അറിയാവുന്ന ദേവസ്വം ബെഞ്ച് കഴിഞ്ഞ 11 ഉത്തരവുകളായിട്ട് പുറത്തേക്ക് വന്ന വിവരങ്ങൾ, ഹാഷ്മി ഞാനും VD സതീശനും അല്ലല്ലോ സുഭാഷ് കപൂറിൻ്റെ മാതൃകയിൽ ഈ ക്ഷേത്രം കൊള്ളയടിക്കപ്പെട്ടു എന്നുള്ള സംശയം മുന്നോട്ട് വെച്ചത്. ആണോ? അല്ലല്ലോ. ഈ കോടതി തന്നെയല്ലേ ആ സംശയം മുന്നോട്ട് വെച്ചത്. സീൽഡ് കവറിൽ കൊടുത്ത രേഖകൾ പരിശോധിച്ചതിന് ശേഷമല്ലേ ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ ഉത്തരവാദിത്വവും അതുപോലെ തന്നെ 2025 PS പ്രശാന്തിൻ്റെ ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവാദിത്വം ഉൾപ്പെടെയെല്ലാം വെറുതെ പാസിംഗ് കമൻ്റ് ആയിരുന്നില്ലല്ലോ. 11 ഉത്തരവുകളിലൂടെ പുറത്തേക്കല്ലേ കോടതി പറഞ്ഞത്. കോടതി ഇന്ന് പറയുന്നത് അവരുടെ തന്നെ 11 ജഡ്ജ്മെൻറ്റിനകത്തുള്ള കണ്ടന്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതാണോ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അന്താരാഷ്ട്ര ക്ഷേത്രക്കൊള്ള മാതൃകയിൽ നടന്ന ഒരു കൊള്ളയെ സംബന്ധിച്ച് അതിൻ്റെ മുഴുവൻ പ്രതികളും സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തേക്ക് പോയാൽ തൊണ്ടി മുതൽ കണ്ടെത്തിയിട്ടില്ലാത്ത സമയത്ത് ആ കേസിനെ എങ്ങനെ ബാധിക്കും? നേരത്തെ ശ്രീ മഹേഷ് ഇവിടെ ചോദിച്ച കാര്യം ഞാൻ ആവർത്തിക്കുക. രണ്ടാമതൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഈ പറഞ്ഞിരിക്കുന്ന ഇത്രയും ദിവസത്തെ അന്വേഷണത്തിൻ്റെ കീഴിൽ കോടതി തന്നെ പറഞ്ഞ അന്താരാഷ്ട്ര ക്ഷേത്രക്കൊള്ള മാതൃകയിൽ ഇത് പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടന്നു എന്ന് വന്നിട്ട് അതിൻ്റെ പുറകെ SIT പോയത് എന്തെങ്കിലും നിങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇതെങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്തു, ഇതെങ്ങനെയാണ് പുറത്തേക്ക് കടത്തിയിട്ടുണ്ടോ? അന്താരാഷ്ട്ര ക്ഷേത്രക്കൊള്ള മാതൃകയിൽ എന്ന് പറഞ്ഞാൽ ഇത് ഇന്ത്യയുടെ പുറത്തേക്ക് കൊണ്ടുപോകണമല്ലോ. ഇന്ത്യയുടെ പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടോ? അതോ ഇത് ഇന്ത്യക്കകത്ത് തന്നെയുണ്ടോ? പോട്ടെ, ഇനി അവിടെ ഇരിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ആണോ? കോടതി തന്നെയാണല്ലോ പറഞ്ഞത് അത് ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കാം അവിടെ ഇരിക്കുന്നത്, യഥാർത്ഥത്തിലുള്ളത് കടത്തി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. ശബരിമലയിൽ ഇരിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ആണോ ഒറിജിനൽ ആണോ എന്ന് പോലും ഇതുവരെ SITക്ക് പറയാൻ സാധിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഈ കേസിനെ സംബന്ധിച്ചോളം എന്ത് വ്യക്തതയാണ് നമുക്കുള്ളത്? 11ഓളം കോടതിയുടെ ജഡ്ജ്മെന്റിൽ നിന്ന് ഉയർത്തപ്പെട്ട സംശയങ്ങളുടെ വ്യക്തതയാണ് ഞാൻ ചോദിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.